ഇഷ്ടമില്ലാതെ കോഴിക്കാല് കഴിച്ചിക്കണോ? എന്നാവാ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കപ്പ, പൂള, മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയുന്ന കപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നീളത്തിൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കരിവേപ്പിലയും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കായപ്പൊടി അതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കൊള്ളിക്കിഴങ്ങ് ഒടിയാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ കിഴങ്ങെല്ലാം കൂടെ ഒട്ടി നിൽക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ കൊണ്ട് ഇത് അത്യാവശ്യം ഒന്ന് കോട്ടായിട്ട് വരും. ആ ടൈമിൽ നമുക്ക് എണ്ണ ചൂടാക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് ആയി കഴിയുമ്പോൾ മാത്രമേ തിരിച്ച് മറിച്ച് ഇടാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് സെപ്പറേറ്റ് ആയി പോകും. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം. ഒത്തിരി മുരിയാൻ പാടില്ല കേട്ടോ, ഒത്തിരി മുരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയി പോകും. അപ്പോൾ ഇതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇതുവരെ കോഴിക്കാലം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.